Hello dear students, hearty welcome to today's class. Hope that all of you are keeping fine in your home. Let us start today's class with a short prayer. വിശുദ്ധിയിലെ ജ്ഞാനത്തിലെ വിശ്വാസത്തിൽ കൂടുതൽ വളരാൻ ആഴപ്പെടാൻ ആവശ്യമായിട്ടുള്ള ബോധ്യങ്ങൾ, സാഹചര്യങ്ങൾ, ബന്ധങ്ങൾ ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾ പഠിക്കുന്നത് ജീവിതത്തിൽ തേജസ്വിയായി മാറട്ടെ. മദ്യപാനം, മയക്കുമരുന്ന്, ലൈംഗിക ആസക്തികളിലായിരിക്കുന്ന എല്ലാവരെയും സമർപ്പിക്കുന്നു. അതുവഴി കുടുംബങ്ങളിൽ ബുദ്ധിമുട്ടനുഭവിക്കുന്ന കുഞ്ഞുങ്ങളിലേക്ക് അവിടുത്തെ കരുണ വർഷിക്കണമേ. Okay, I have given you some assignments in the last class. I think you have come prepared. Okay, in the last class we have discussed the importance of flower and floriculture. We have seen that flowers are having ornamental value, economic value, social value, cultural value, medicinal value, aesthetic value, etc., etc., etc. Then we have studied what is floriculture. Can you say? It is the cultivation of flowers. That is called floriculture. And today we are going to discuss the most important function of flower. What is it? It is nothing but sexual reproduction. So flowers are the most important organs which are meant for sexual reproduction in angiosperm plants. I have given some assignments and homeworks, no? ഞാൻ പറഞ്ഞിരുന്നു, കഴിഞ്ഞ വർഷം നമ്മൾ ഫ്ലവറിൻ്റെ മോർഫോളജി വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. അതിൽ ഒരു ഫ്ലവറിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഏതാ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതൊക്കെ റീകളക്ട് ചെയ്തെങ്കിൽ മാത്രമേ ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആവുള്ളൂ. നിങ്ങൾ പഠിച്ചിട്ടാണ് വന്നത് എന്ന് ഞാൻ കരുതുന്നു. ഒരു ഫ്ലവറിനെ സംബന്ധിച്ച് 4 ഫ്ലോറൽ ബേർഡ്സ് ഉണ്ട്. കാലിക്സ്, കൊറോള, ആൻഡ്രീഷ്യം, ഗൈനീഷ്യം. ലെറ്റ് മീ ആസ്ക് എ ക്വസ്റ്റ്യൻ. വിച്ച് ആർ ദി നോൺ എസെൻഷ്യൽ ബേർഡ്സ് ഓഫ് എ ഫ്ലവർ? യെസ്, ദാറ്റ് ഈസ് കാലിക്സ് ആൻഡ് കൊറോള. ഡു യു നോ ഈ കാലിക്സ് ആൻഡ് കൊറോള എന്തുകൊണ്ടാണ് നോൺ എസെൻഷ്യൽ ബേർഡ്സ് എന്ന് പറയുന്നത്? മറ്റൊരു ചോദ്യം ചോദിക്കട്ടെ. അപ്പോൾ ഫ്ലവറിനെ സംബന്ധിച്ച് എസെൻഷ്യൽ ബേർഡ്സ് ഏതാണ്? ഇറ്റ് ഈസ് ആൻഡ്രീഷ്യം ആൻഡ് ഗൈനീഷ്യം. എന്തുകൊണ്ടാണ് ഈ 2 പാർട്സിനെ എസെൻഷ്യൽ ബേർഡ്സ് ഓഫ് എ ഫ്ലവർ എന്ന് പറയുന്നത്? Since they take part in sexual reproduction directly. ഇപ്പൊ സെക്ഷുവൽ റീപ്രൊഡക്ഷന് ഡയറക്റ്റ് ആയിട്ട് ഇൻവോൾവ്മെന്റ് ഉള്ള 2 പ്രധാനപ്പെട്ട ഫ്ലോറൽ ബേർഡ്സ് ആണ് ആൻഡ്രീഷ്യവും ഗൈനീഷ്യം. And today we are going to discuss the important events which take place in the reproduction of angiosperms. Important events. There are 3 important events in sexual reproduction. One is called pre-fertilization events. You have to take down this. Pre-fertilization events. Then second one is fertilization. And the last one is post
fertilization changes. Okay, among these, first of all, you will see the pre-fertilization events which take place in angiosperm sexual reproduction. It also consists microsporogenesis, male gametogenesis, megasporogenesis, female gametogenesis and pollination. അപ്പോൾ നോക്കിക്കേ, ഈ ആൻജിയോസ്പേം പ്ലാന്റിന്റെ സെക്ഷൽ റിപ്രൊഡക്ഷനിൽ ആദ്യത്തെ ഇവന്റ് എന്ന് പറയുന്നത് പ്രീ ഫെർട്ടിലൈസേഷൻ ഇവന്റ്, ഫെർട്ടിലൈസേഷന് മുമ്പുള്ള ഇവന്റ്സ്. അതിൽ തന്നെ ചില പ്രോസസ്സുകളുണ്ട്. ഒന്ന് മൈക്രോസ്പോറോജനസിസ്. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. മൈക്രോസ്പോറോജനസിസ് ഒന്ന് പറഞ്ഞേ. മൈക്രോസ്പോറോജനസിസ്. എന്താ മൈക്രോസ്പോറോജനസിസ് എന്ന് പറയുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്താണ് മൈക്രോസ്പോറോജനസിസ് എന്ന് കാണാനായിട്ട് പോവുകയാണ്. Microsporogenesis is nothing but the formation of microspores. Genesis means formation and this microspore. Upon formation of microspore is called microsporogenesis. The stages which are leading to the formation of microspore can be collectively called microsporogenesis. അപ്പോൾ ഈ മൈക്രോസ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ട്രക്ചേഴ്സ് ഏതാണ്? അത് ആന്ത്രം. അപ്പോൾ ആന്ത്രം എവിടെയാണ് കാണുന്നത്? അത് സ്റ്റേമനിലാണ്. അപ്പോൾ സ്റ്റേമൻ എവിടെ കാണുന്നു? അത് ആൻഡ്രീഷ്യത്തിന്റെ ഭാഗമാണ്. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടു, ഒരു ഫ്ലവറിനെ സംബന്ധിച്ച് രണ്ട് എസെൻഷ്യൽ വേർഡ്സ് ഉണ്ട് റീപ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട്. ഒന്ന് ആൻഡ്രീഷ്യം. ഇപ്പൊ നമ്മൾ അതിന്റെ സീക്വൻസ് ഒന്ന് കാണുക. ഓക്കെ, ആൻഡ്രീഷ്യം എന്റെ സ്പെല്ലിംഗ് ഒക്കെ ഒന്ന് ശ്രദ്ധിച്ചോണം. ഒരു പ്രത്യേക തരത്തിലാണ് ഇതിന്റെ സ്പെല്ലിംഗ് അല്ലെ. ANDROECIUM എഴുതിയെടുക്കും. Andrecium is considered as the male reproductive organ. It is the male reproductive organ. And the andrecium is made up of, കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ചാണ്, ആൻഡ്രീഷ്യം ഉണ്ടാക്കപ്പെട്ടിരിക്കുന്ന ഇൻഡിവിജ്വൽ ലോബ്സിന് എന്താണ് പേര് പറയുന്നത്? That is very important. They are called stamen. They are called stamens. From andrecium, that is made up of number of stamens. Stamen structure important ആണ്. സ്റ്റേമനിലെ എന്തൊക്കെ ഭാഗങ്ങളാണ് കാണാൻ പറ്റുന്നത്? നിങ്ങൾ കഴിഞ്ഞ വർഷത്തെ നോട്ട് ഒന്ന് നോക്കിയാണ് വന്നിരിക്കുന്നതെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. Each stamen consists 3 parts, namely filament, anther and connective. The slender filament, long and slender filaments, some cases. Then the upper part you can see, and usually the anther will be bilobed, and this is connective. This is filament. This is anther, and this is connective. And which is the most important part of the stamen? Of course it is anther. Why? It can produce the microspores or pollen grains. The anther is considered as the most important part of the stamen that can produce microspores or pollen grains. We are going to discuss the microsporogenesis. അപ്പോൾ എവിടെയാണ് ശരിക്കും ഈ pollen grains or microspores ഉണ്ടാകുന്നത്? The anther. But we are going to discuss the processes which lead to the formation of microspores. The development of anther up to the formation of microspore or pollen grain is called microsporogenesis. So microsporogenesis ന് ഒരു definition നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ പറയാൻ പറ്റും? Once again എന്ന് പറഞ്ഞേ. Yes, it is the development of microspore or pollen grain from anther.
ഓക്കെ, അപ്പോൾ നമ്മൾ മൈക്രോസ്പോറോജനസിസ് ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പോവുകയാണ്. അതായത് ഒരു ആന്തർ ഡെവലപ്പ് ചെയ്ത് മൈക്രോസ്പോർ അല്ലെങ്കിൽ പോളൻ ഗ്രെയിന് ഉണ്ടാകുന്നത് എങ്ങനെ ആണ് എന്ന് നമ്മൾ പഠിക്കാൻ പോവാണ്. ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ ഏത് ഡെവലപ്പ് ചെയ്താണ് മൈക്രോസ്പോർ അല്ലെങ്കിൽ പോളൻ ഗ്രെയിൻ ഉണ്ടാകുന്നത്? ഒരു സ്റ്റേമന്റെ ആന്തർ ഡെവലപ്പ് ചെയ്താണ്. ഈ ആന്തർ മിക്കവാറും ഒക്കെ പ്ലാന്റ്സിൽ ഇത് ഡൈത്തീക്കസ് ആയിരിക്കും, ബൈലോബ്ഡ് സ്ട്രക്ചർ ആയിരിക്കും, അതേപോലെ തന്നെ ഡൈത്തീക്കസും ആയിരിക്കും. രണ്ട് ടെക്നിക്കൽ ടൈംസ് ഒന്ന് പരിചയപ്പെടാൻ പോവാണ്. ഒന്ന് ബൈലോബ്ഡ്. എന്താണ് ബൈലോബ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? നമ്മൾ നേരത്തെ കണ്ടതുപോലെ this is the filament and here you can see two lobes. This is the connective and here you can see two lobes. This is called a bilobed anther. ഇപ്പം മിക്കവാറും ആന്തർ അങ്ങനെയായിരിക്കും. അതുകൊണ്ട് തന്നെ ഇതിന് രണ്ട് ക്യാവിറ്റിയും കാണും. ശരി, എന്നാൽ ഒരു ലോബില് യങ് ആന്തർ ആണെന്നുണ്ടെങ്കിൽ, യങ് ആന്തറിന്റെ ഒരു TS ഞാൻ ഇവിടെ വരയ്ക്കാനായിട്ട് പോവാണ്. യങ് ആന്തറിന്റെ ട്രാൻസ്ഫർ സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഏകദേശം നമുക്ക് ഇങ്ങനെ കിട്ടും. ഇവിടെ യു ക്യാൻ സി രണ്ട് ലോബ് ഉണ്ട്. ഇവിടെ ഹിയർ ഈസ് കണക്റ്റീവ് ആൻഡ് ഹിയർ യു ക്യാൻ സി എ തേക്ക. ഹിയർ യു ക്യാൻ സി എ ക്യാവിറ്റി. ഹിയർ യു ക്യാൻ സി എ ലോക്യൂൾ. ഇങ്ങനെ യങ് ആന്തർ കൺസിസ്റ്റ് 4 pollen sacs. അപ്പോൾ ഒരു യങ് ആന്തർ കൺസിസ്റ്റ് 4 pollen sacs. These are called pollen sacs. എന്നാൽ ഒരു മച്വർ ആന്തറിൽ ഈ ഒരു ലോബിലുള്ള രണ്ട് പോളൻ സാക്സും കൂടെ യുണൈറ്റ് ചെയ്ത് ഒരു സിംഗിൾ പോളൻ സാക്ക് ആയിട്ട് മാറും. ഇത് ലേറ്റസ്റ്റ് സ്റ്റേജിലാണ്. ഡെവലപ്മെന്റ് കുറെ കഴിയുമ്പോൾ ദിസ് ആന്തർ ബിക്കംസ് മച്വർ ആൻഡ് ഇൻ മച്വർ anther you can see only 2 pollen sacs. ഓക്കെ, അപ്പൊ മിക്കവാറും ആന്തർ ബൈലോബ്ഡ് ആണ്, അതേപോലെ തന്നെ ഡൈത്തീക്കസ് ആണ്. ഇനി we are going to discuss the structure of anther in detail. ശ്രദ്ധിക്കണേ, ആന്തറിന് പ്രധാനമായിട്ടും രണ്ട് ഭാഗങ്ങളുണ്ട്. എന്താണ്? ആന്തറിന് പ്രധാനമായിട്ടും രണ്ട് ഭാഗങ്ങളുണ്ട്. ഒന്ന് ആന്തർ വോൾ. ചോക്ക് ശരിയല്ല, അതേപോലെ ഓക്കെ. ആന്തർ വോൾ. ഇനി ആന്തർ വോളിനുള്ളിൽ ജീനസ് ടിഷ്യൂ. ജീനസ് ടിഷ്യൂ. അപ്പൊ ഏതൊക്കെയാണ് ഓരോ ആന്തറിന്റെ സ്ട്രക്ചറിൽ കാണുന്നത്? ഭാഗങ്ങൾ: പുറമേയുള്ള ആന്തർ വോള്, ഉള്ളിലുള്ള സ്പോറോജീനസ് ടിഷ്യൂ. ഇനി ആന്തർ വോൾ ഈസ് ഡിഫറൻഷിയേറ്റഡ്. ആന്തർ വോളിന്റെ ഡിഫറൻസിയേഷൻ 2-3 ഭാഗങ്ങളായിട്ട് ആന്തർ വോൾ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. ദി ഔട്ടർമോസ്റ്റ് സിംഗിൾ ലെയർ ദാറ്റ് ഈസ് കോൾഡ് എപ്പിഡെർമിസ്. Then inner to epidermis you can see a single layered tissue that is called endothecium. Endothecium. വായിക്കാവോ? ENDOTHECIUM. endothecium. ഇനി അതിനുള്ളിലായി ഒരു മൾട്ടിലെയർഡ് ആയിട്ടുള്ള ഭാഗമുണ്ട്. അതിന് നമ്മൾ പറയുന്നത് മിഡിൽ wall layers or middle layers എന്നാണ് നമ്മൾ പറയുന്നത്. മിഡിൽ ലേയേഴ്സ്. ഇനി ആന്തർ വോളിന്റെ ഏറ്റവും ഉള്ളിലുള്ള ഭാഗം, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്,
It is called tapetum. It is called tapetum. നമുക്ക് വേറെ കളറിൽ തന്നെ നോക്കാം. അപ്പൊ നിങ്ങൾക്കൊന്ന് പറയാനായിട്ട് പറ്റുമോ? ആന്ത്രിന്റെ സ്ട്രക്ചറിൽ രണ്ട് ഭാഗങ്ങൾ ഏതൊക്കെയാ? ആന്ത്രവോളും സ്പോറോജീനസ് ടിഷ്യൂ. ഈ ആന്ത്രവോൾ ഗെറ്റ്സ് ഡിഫറൻഷിയേറ്റഡ് ഇൻടു ഡിഫറെന്റ് ടിഷ്യൂസ് ലൈക്ക് എപ്പിഡെർമിസ്, എൻഡോത്തീസിയം, മിഡിൽ വോളേഴ്സ് ആൻഡ് ടെപ്പീറ്റം. എന്തൊക്കെയാണ് ഇതിന്റെ പ്രത്യേകത? എപ്പിഡെർമിസ് ഈസ് ദ ഔട്ടർമോസ്റ്റ് സിംഗിൾ ലെയർഡ് ടിഷ്യൂ. ഇപ്പൊ അതിന്റെ ഒരു ഗ്രൗണ്ട് പ്ലാൻ വരച്ചു കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക. ഉണ്ടോ? ദിസ് ഈസ് ദി എപ്പിഡെർമിസ്. ഞാനിങ്ങനെ ഇങ്ങോട്ട് വരയ്ക്കട്ടെ. എപ്പിഡെർമിസ്. ഈ എപ്പിഡെർമിസിനുള്ളില് ഒരു സിംഗിൾ ലെയർഡ് വാളാണ് എൻഡോത്തീസിയം. This is endothelium. ഈ എൻഡോത്തീസിയത്തിനുള്ളിൽ മൾട്ടിലെയർഡ് ആയിട്ടുള്ള വോൾ, ദാറ്റ് ഈസ് കോൾഡ് മിഡിൽ വോൾ ലെയർ. And the innermost one is called tapetum. These four layers together constitute antrum. ഇതെല്ലാം കൂടെ ചേർന്നാണ് ആന്ത്രവോൾ. ഇപ്പൊ ഇതില് പ്രത്യേകത, ഇത് സിംഗിൾ ലെയർഡ് ടിഷ്യൂ ആണ് എപ്പിഡെർമിസ്. അഗൈൻ ഇത് സിംഗിൾ ലെയർഡ് ടിഷ്യൂ ആണ് എൻഡോത്തീസിയം. ബട്ട് ദിസ് വൺ, ഈ നീല കളറിൽ ഞാൻ കാണിച്ചിരിക്കുന്നത്, that is not a single layered tissue, it is a multi-layered tissue. And inner to that you can see the tapetum. ഈ ടപ്പീറ്റത്തിന്റെ സ്ട്രക്ചറും ഫങ്ഷനും മിക്കവാറും എക്സാമിനേഷന് വരുന്ന ഒരു ചോദ്യമാണ്. അതുകൊണ്ട് ശ്രദ്ധിച്ചു പഠിക്കുക. എങ്ങനെ നമുക്ക് ടപ്പീറ്റത്തെ ഡിഫൈൻ ചെയ്യാൻ പറ്റും? ശ്രദ്ധിച്ചേ. ടപ്പീറ്റം ഈസ് ദി ഇന്നർമോസ്റ്റ് ലെയർ ഓഫ് ആന്ത്രവോൾ. ഒന്ന് പറഞ്ഞേ. ടപ്പീറ്റം ഈസ് ദി ഇന്നർമോസ്റ്റ് ലെയർ ഓഫ് ആന്ത്രവോൾ. ആന്ത്രവോളിന്റെ ഏറ്റവും ഉള്ളിലുള്ള ലെയറിന് പറയുന്ന പേരാണ് ടപ്പീറ്റം. ഈ ടപ്പീറ്റം സെൽസിന് പ്രത്യേകതയുണ്ട്. ദേ ആർ ബിഗർ ഇൻ സൈസ്. ലാർജ് സൈസ്ഡ് സെൽസ് ആണ്. കോമ്പാക്ട്ലി അറേഞ്ച്ഡ് ലാർജ് സൈസ്ഡ് സെൽസ് വിത്ത് ഡെൻസ് സൈറ്റോപ്ലാസം ആൻഡ് പ്രോമിനന്റ് ന്യൂക്ലിയസ്. ഇപ്പൊ എന്തൊക്കെയാ പ്രത്യേകത? ഈ ആന്ത്രവോളിന്റെ ഏറ്റവും ഉള്ളിലുള്ള ടപ്പീറ്റം ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത് കോമ്പാക്ട്ലി അറേഞ്ച്ഡ് ആയിട്ടുള്ള ലാർജ് സൈസ്ഡ് ആയിട്ടുള്ള സെൽസ് കൊണ്ടാണ്. ഇന്ന് മാത്രമല്ല, അതിനകത്ത് നിറയെ സൈറ്റോപ്ലാസം ഉണ്ട്, ഡെൻസ് സൈറ്റോപ്ലാസം ഉണ്ട്. മാത്രമല്ല പ്രോമിനന്റ് ന്യൂക്ലിയസ് ഉണ്ട്, നല്ല ക്ലിയർ ആയിട്ടുള്ള ന്യൂക്ലിയസുകളും ഉണ്ട്. ആൻഡ് വാട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് ടപ്പീറ്റം? ടപ്പീറ്റത്തിന്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻ, ഇറ്റ് ആക്ട്സ് ആസ് എ ന്യൂട്രിറ്റീവ് ടിഷ്യൂ ഫോർ ദ ഡെവലപ്മെന്റ് ഓഫ് മൈക്രോസ്പോർസ്. അത് ശ്രദ്ധിച്ച് കേൾക്കണം, ശ്രദ്ധിച്ച് പഠിക്കണം. എന്താണ് ടപ്പീറ്റത്തിന്റെ ഫങ്ഷൻ? ടപ്പീറ്റം ഈസ് കൺസിഡേർഡ് ആസ് എ ന്യൂട്രിറ്റീവ് ടിഷ്യൂ meant for the development of microspores. അപ്പോൾ മൈക്രോസ്പോർസ് ഡെവലപ്പ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒരു ന്യൂട്രിറ്റീവ് ടിഷ്യൂ ആയിട്ട് ഫങ്ഷൻ ചെയ്യുക എന്നുള്ളതാണ് ടപ്പീറ്റത്തിന്റെ ഫങ്ഷൻ. ക്ലിയർ? അപ്പൊ നമ്മൾ ആന്ത്രവോളായി. ഇനിയിപ്പോൾ നമ്മൾ ഇതിനുള്ളിലേക്ക് വരിക. ഇതിനുള്ളിൽ എന്തുണ്ടെന്നാ പറഞ്ഞത്? സ്പോറോജീനസ് ടിഷ്യൂ അല്ലെ? അപ്പൊ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതിന്റെ അർത്ഥം എന്താണ്. സ്പോറോജീനസ് ടിഷ്യൂന്റെ സ്പോർ പ്രൊഡ്യൂസ് ചെയ്ത ടിഷ്യൂസ് ആണ് സ്പോറോജീനസ് ടിഷ്യൂസ്. വെരി സിമ്പിൾ. അപ്പൊ ഇവിടെ ഫോർ കോർണേഴ്സ് യു ക്യാൻ സീ ദ ഫോർമേഷൻ ഓഫ് മൈക്രോസ്പൊറാഞ്ചിയ. ഇതിന് നമുക്ക് വേണമെങ്കിൽ മൈക്രോസ്പൊറാഞ്ചിയ എന്ന് പറയാം. ഹിയർ യു ക്യാൻ സീ, ഹിയർ യു ക്യാൻ സീ, ഹിയർ യു ക്യാൻ സീ, ഹിയർ യു ക്യാൻ സീ. അപ്പൊ ഈ 4 കോർണേഴ്സിൽ യു ക്യാൻ സീ ദ ഡെവലപ്മെന്റ് ഓഫ് മൈക്രോസ്പൊറാഞ്ചിയ. ഈ മൈക്രോസ്പൊറാഞ്ചിയ ഡെവലപ്പ് ചെയ്താണ് ഒരു കോളൻസാക്കായിട്ട് മാറുന്നത്. അതിനുള്ളിൽ കാണുന്ന ടിഷ്യൂസിന് പറയുന്ന പേരാണ്, സെൽസിന് പറയുന്ന പേരാണ് സ്പോറോജീനസ് സെൽസ്. ടുഗദർ കോൾഡ് സ്പോറോജീനസ് ടിഷ്യൂ. ഇനി എന്താണ് ഈ സ്പോറോജീനസ് ടിഷ്യൂ എന്ന് പറയുന്നത്? ഇതെല്ലാം ഡിപ്ലോയിഡ് സെൽസ് ആണ്. നിങ്ങൾക്കറിയാം വാട്ട് ഈസ് ഡിപ്ലോയിഡ് ആൻഡ് വാട്ട് ഈസ് ഹാപ്ലോയിഡ്. ഇപ്പൊ 2 നമ്പർ ഓഫ് ക്രോമസോംസ് ഉള്ള സെൽസ് ആണ് ഇതെല്ലാം. ഇപ്പൊ സ്പോറോജീനസ് ടിഷ്യൂയിലെ ഓരോ സെല്ലും, അതിനെ നമുക്ക് സ്പോറോജീനസ് സെൽ എന്ന് പറയാനായിട്ട് പറ്റും.
that undergoes meiotic division or reduction division, thereby the formation of haploid microspores. ഒന്ന് ശ്രദ്ധിക്കണേ. അപ്പോൾ ഇവിടെ ഞാൻ എഴുതി നോക്കിയാൽ സ്പോറോജീനസ് ടിഷ്യൂ. അപ്പോൾ ഈച്ച് മൈക്രോസ്പോറാഞ്ചിയം കൺസിസ്റ്റ് ലാർജ് നമ്പർ ഓഫ് ഓർ ഡെഫിനിറ്റ് നമ്പർ ഓഫ് സ്പോറോജീനസ് ടിഷ്യൂ, സ്പോറോജീനസ് സെൽസ്. അപ്പം ഓരോ മൈക്രോസ്പോറാഞ്ചിയത്തിലും ഡെഫിനിറ്റ് നമ്പർ ഓഫ് സ്പോറോജീനസ് സെൽസ് ഉണ്ട്. അതുകൂടിയാണ് സ്പോറോജീനസ് ടിഷ്യൂ ആയിട്ട് മാറുന്നത്. അപ്പൊ ഇതിലുള്ള ഓരോ സ്പോറോജീനസ് സെല്ലും എന്ത് ചെയ്യും? That undergoes reduction division are the meiosis, thereby the formation of 4 microspores. നമുക്കറിയാം മിയോസിസിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് 4 സെൽസ് ആണ്. അപ്പോൾ ഇവിടെ ഒരു സ്പോറോജീനസ് സെല്ലിൽ നിന്ന് 4 മൈക്രോസ്പോർസ് ഉണ്ടാവും. ആദ്യ സമയങ്ങളിൽ അത് ടെട്രാഡ് ആയിട്ട് അറേഞ്ച് ചെയ്യും. ആൻഡ് ലേറ്റർ അതിനിടയ്ക്കുള്ള ടിഷ്യൂസ് ഒക്കെ ഡിസോർഗനൈസ് ചെയ്തിട്ട് ഇൻഡിവിജ്വൽ പോളൻ ഗ്രെയിൻസ് ആയിട്ട് മാറും. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് പറയാമോ, ഒരു മൈക്രോസ്പോറാഞ്ചിയത്തിൽ ഫോർ എക്സാമ്പിൾ 50 സ്പോറോജീനസ് സെൽസ് ഉണ്ട്. 50 സ്പോറോജീനസ് സെൽസ് കൂടിയ ഒരു ടിഷ്യൂ ആണ് ഒരു കോർണറിലുണ്ട് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഹൗ മെനി പോളൻ ഗ്രെയിൻസ് വിൽ ബി ദേർ? ഈ മൈക്രോസ്പോറാഞ്ചിയത്തിന്റെ സ്പോറോജീനസ് ടിഷ്യൂ കൺസിസ്റ്റ് 50 സ്പോറോജീനസ് സെൽസ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മൈക്രോസ്പോറാഞ്ചിയത്തിൽ എത്ര പോളൻ ഗ്രെയിൻസ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും? നമ്മൾ പറഞ്ഞു ഒരു സ്പോറോജീനസ് സെല്ലില് റിഡക്ഷൻ ഡിവിഷൻ നടക്കുമ്പോൾ എത്രയാ? 4 മൈക്രോസ്പോർ അല്ലെ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 50 സ്പോറോജീനസ് സെൽസ് ഉണ്ടെങ്കിലോ ടോട്ടൽ എത്രയായിരിക്കും? 50 × 4 എത്രയാണ്? 200 pollen grains are produced. ക്ലിയർ? ഇങ്ങനെ വേണമെങ്കിൽ ചോദിക്കാം. ഇപ്പം ഒരു ആൻജിയോസ്പേം പ്ലാന്റിന്റെ ഒരു മൈക്രോസ്പോറാഞ്ചിയത്തിൽ ഇത്ര പോളൻ ഗ്രെയിൻസ് ഉണ്ട്, അങ്ങനെയാണെങ്കിൽ എത്ര സ്പോറോജീനസ് സെൽസ് അവിടെ ഉണ്ടാവും, അല്ലെങ്കിൽ നേരെ തിരിച്ചും വേണേൽ ചോദിക്കാനായിട്ട് വരും. ഇപ്പൊ എന്തായി സത്യത്തില്? നമ്മൾ കണ്ടു പ്ലാന്റില് ആൻഡ്രീഷ്യത്തില് സ്റ്റേമനില് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ടായ ആൻഡറില് ഉള്ളില് മൈക്രോസ്പോർ ഉണ്ടായി, പോളൻ ഗ്രെയിൻ ഉണ്ടായി. And the whole sequences, the whole stages which are leading to the formation of microspores is called microsporogenesis. For example, you can briefly explain the process of microsporogenesis in angiosperms. നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് എഴുതാനായിട്ട് പറ്റണം. അതായത് the development of anther up to the formation of pollen grain or microspore is called microsporogenesis. During the time of microsporogenesis, the anther wall gets differentiated into epidermis, endothelium, middle wall layers, and tapetum. And tapetum is the nutritive tissue meant for the development of microspores. And inner to the anther wall there is sporogenous tissue which consists many sporogenous cells which undergo meiotic division, thereby the formation of microspores. So large number of microspores are produced in each microsporangium. പിന്നീട് ഈ ആന്തർ മച്ചുറായി കഴിയുമ്പോൾ ഈ മൈക്രോസ്പോറാഞ്ചിയത്തിന്റെ വോളും അതേപോലെ തന്നെ ആന്തർ വോളും ഡെഫിസ് ചെയ്തുകൊണ്ട് these pollen grains will be liberated. Pollen grains and these pollen grains will be liberated. The pollen grains, when it reaches on the stigmatic surface of the female reproductive part, begins to germinate. അപ്പോൾ ഇന്ന് തുടക്കമായതുകൊണ്ട് ആദ്യത്തെ ക്ലാസ്സുകളൊക്കെ അല്ലേ, അതുകൊണ്ട് നമുക്ക് ഒത്തിരി അങ്ങ് പോകണ്ട. പഠിച്ച കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് ഒന്നും കൂടെ ഒന്ന് റീകളക്ട് ചെയ്യാം. ഓക്കെ, അത് നമുക്ക് ഒരു പ്രസൻറ്റേഷൻ ഉപയോഗിച്ചുകൊണ്ട് ഇന്ന് പഠിച്ച ഭാഗങ്ങളെല്ലാം ഓടിച്ചൊന്ന് റീകളക്ട് ചെയ്യുക. എല്ലാവരുടെയും കോൺസെൻട്രേഷൻ ഇവിടെ തരണം. ഓക്കെ സ്റ്റുഡൻസ്, ഇതുവരെ നമ്മൾ പഠിച്ച 2 ക്ലാസ്സുകൾ നമ്മളൊന്ന് പെട്ടെന്നൊന്ന് ഫീഡ്ബാക്ക് ചെയ്യുകയാണ്.
Chapter 2, Sexual Reproduction in Flowering Plants. ഇതിൻ്റെ ഒരു സൈഡിൽ ഫ്ലവേഴ്സ് ഒരു 4 ഫ്ലവേഴ്സ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമെന്ന് നോക്കിയേ. ഏറ്റവും മുകളിലുള്ളത് പറയാമോ? ജാസ്മിനാണ്. ഇനി രണ്ടാമത്തെ വളരെ കോമൺ ആയിട്ടുള്ള ഒരു പ്ലാന്റാണ്. ദാറ്റ് ഈസ് ഇക്സോറ കൊക്സീനിയ. ഏതാണ്? ചെത്തി. ഇനി അതിനും താഴെ ഉള്ളത് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫ്ലവറാണ്. എന്ന് മാത്രമല്ല ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഫ്ലവറായിട്ട് കരുതുന്ന ഒരു ഫ്ലവറാണ്. ഏതാണിപ്പം? ദാറ്റ് ഈസ് റാഫ്ലേഷ്യ. ഇനി ഏറ്റവും അടിയിൽ നമുക്കറിയാം, നിങ്ങൾക്ക് വളരെ സുപരിചിതമായിട്ടുള്ള ഒരു ഫ്ലവറാണ്. ദാറ്റ് ഈസ് ഹിബിസ്കസ് റോസാ സൈലൻസിസ്, ദ സോ കോൾഡ് ഷൂ ഫ്ലവർ. അല്ലേ? ചെമ്പരുത്തി. നമുക്ക് ചില സമയങ്ങളിലൊക്കെ ചെടിയുടെ ഇടയിലൊക്കെ നമുക്ക് വെച്ചുകൊണ്ട് നടക്കാനൊക്കെ പറ്റുന്ന ഒരു ഫ്ലവറാണ്. എനിവേ തിരിച്ച് നമ്മൾ വരികയാണ്. അടുത്തത് ഫ്ലവർ ഫാസിനേറ്റിംഗ് ഓർഗൻ ഓഫ് ആൻജിയോസ്പേംസ്. നമ്മൾ കണ്ടതാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ്. ആ ഒരു ടോപ്പിക്കിൽ ഇതാണ് പ്രധാനം. ഓർണമെൻ്റൽ വാല്യൂ ഉണ്ട്, കൾച്ചറൽ വാല്യൂ ഉണ്ട്, സോഷ്യൽ വാല്യൂ ഉണ്ട്, എക്കണോമിക് വാല്യൂ ഉണ്ട്, ഇമോഷണൽ വാല്യൂ ഉണ്ട്, റിലീജിയസ് വാല്യൂ ഉണ്ട്, എസ്തെറ്റിക് വാല്യൂ ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ നമ്മൾ പഠിച്ചു ഫ്ലോറികൾച്ചർ, ബ്രാഞ്ച് ഓഫ് സയൻസ് ദാറ്റ് ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് കൾട്ടിവേഷൻ ഓഫ് ഫ്ലവേഴ്സ്. നമുക്കറിയാം ഒത്തിരിയേറെ ആൾക്കാർക്ക് ഇന്ന് ധനം അല്ലെ പൈസ സമ്പാദിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇൻഡസ്ട്രി ആയിട്ട് തന്നെ ഇത് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ 2 കാര്യങ്ങളാണ് ആദ്യത്തെ ഇൻട്രൊഡക്ടറി പോർഷനിൽ നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത്. അടുത്തത് പ്രീ ഫെർട്ടിലൈസേഷൻ ഇവൻസിലേക്ക് നമ്മൾ കടന്നു. അതിൽ സ്ട്രക്ചേഴ്സ് ആൻഡ് ഇവൻസ്. ഇത് ആദ്യത്തെ ഇവൻസിലേക്ക് നമ്മൾ പോവുകയാണ്. ഒരു മൈക്രോസ്പോറോജനസിസ്, മെഗാസ്പോറോജനസിസ്, പിന്നെ പോളിനേഷൻ. പിന്നീട് ഇവൻസ് ഉണ്ട്. മൈക്രോസ്പോറോജനസിസ് കഴിഞ്ഞാൽ മെയിൽ ഗാമറ്റോജനസിസ് ഉണ്ട്, മെഗാസ്പോറോജനസിസ് കഴിഞ്ഞാൽ ഫീമെയിൽ ഗാമറ്റോജനസിസ് ഉണ്ട്. അപ്പോൾ അത് നമ്മൾ പിന്നീട് ഡിസ്കസ് ചെയ്യും. അടുത്ത നോക്കിയേ, മൈക്രോസ്പോറോജനസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർമേഷൻ ഓഫ് പോളൻ ഗ്രെയിൻസ് ഓർ മൈക്രോസ്പോർസ് വിതിൻ ദി ആൽബം നമ്മൾ കണ്ടതാണ്. മെഗാസ്പോറോജനസിസ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ കാണും. ദാറ്റ് ഈസ് ഫോർമേഷൻ ഓഫ് ഓവ്യൂൾസ് ഓർ മെഗാസ്പോർസ് വിതിൻ ദി ഓവറി. ഇനി പോളിനേഷൻ, ഈ പോളൻ ഗ്രെയിൻസ് ഉണ്ടായി കഴിഞ്ഞിട്ട് ഇത് മെയിൽ ഗമീറ്റ് ഉണ്ടാകുന്നതിന് മുമ്പ് പോളിനേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നടക്കാനുണ്ട്. ഇപ്പോൾ ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻസ് ഫ്രം ആന്തർ ടു ദ സ്റ്റിഗ്മ ഓഫ് ഫ്ലവർ. ഇത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ കാണും. ഇനി ഇന്ന് നമ്മൾ കണ്ട മൈക്രോസ്പോറോജനസിസ് ആണ്. അതിൻ്റെ ഡെഫിനിഷൻ നോക്കിയേ. The stages which are leading to the formation of pollen grains or microspores is called microsporogenesis. എഴുതിയൊക്കെ എടുക്കണം, കൃത്യമായിട്ട് പഠിച്ചുകൊണ്ടും പറഞ്ഞു എന്താണ് മൈക്രോസ്പോറോജനസിസ് എന്നുള്ളതിൻ്റെ ഡെഫിനിഷൻ പഠിച്ചിരിക്കണം. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട സ്ട്രക്ചേഴ്സ് നമ്മൾ കാണുകയാണ്. ഫ്ലവറാണ് ശരിക്കും മെൽഗമേറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓർഗന്. അതിനു വേണ്ടിയിട്ട് അവിടെ കാണുന്ന എസെൻഷ്യൽ വേളാണ് ആൻഡ്രീഷ്യം. ആൻഡ്രീഷ്യത്തിൽ സ്റ്റേമന്, ആ സ്റ്റേമിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ട് ആന്തർ. കാരണം അവിടെയാണ് പോളൻ സാക്ക് ഉള്ളത്. ആ പോളൻ സാക്കിൽ നമ്മൾ നേരത്തെ കണ്ടതുപോലെ പോളൻ ഗ്രെയിൻസ് ഓർ മൈക്രോസ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ സ്ട്രക്ചർ നമ്മൾ കാണുകയാണ്. നോക്കിക്കേ, ഒരു സ്റ്റേമിൻ്റെ സ്ട്രക്ചർ ഫിലമെൻറ്റ്, അതേപോലെ കണക്റ്റീവ്, ആന്തർ. ഇത് നിങ്ങളുടെ പുസ്തകത്തിലുള്ള ചില ഡയഗ്രാംസ് ഒക്കെ തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾ ഇന്ന് ടെക്സ്റ്റ് ബുക്ക് വായിച്ച് കഴിയുമ്പോൾ ഈ ഒരു കണക്ഷൻ പെട്ടെന്ന് നിങ്ങൾക്ക് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഈ അതേ ഡയഗ്രാംസ് തന്നെ ഞാൻ ഇട്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ നോക്കിക്കേ, നമ്മൾ ഒരു ആന്തറിൻ്റെ സെഷൻ മൂന്നാമത്തെ പിക്ചറിൽ കാണാം. അവിടെ 4 കോർണേഴ്സിലായിട്ട് ബൈലോബിഡ് സ്ട്രക്ചറാണ്. ഓരോ ലോബിലും 2 ക്യാവിറ്റി വെച്ചുണ്ട്. 4 മൈക്രോസ്പോറാഞ്ച യങ് ആന്തർ നമുക്ക് കാണാനായിട്ട് പറ്റും. ഇവിടെ നമ്മൾ നേരത്തെ പഠിച്ച കാര്യങ്ങൾ, അതിൻ്റെ എപ്പിഡെർമിസ്, എൻഡോത്തീസിയം, മിഡിൽ ലെയേഴ്സ്, പിന്നെ ഇന്നർമോസ്റ്റ് ടെപ്പീറ്റം, 4 കോർണേഴ്സിലും മൈക്രോസ്പോറാഞ്ചിയം. അതിൻ്റെ തന്നെ ഒരു എൻലാർജ്ഡ് സെല്ലുലാർ വ്യൂ ആണ് കൊടുത്തിരിക്കുന്നത്. ഈ ഡയഗ്രാംസ്, താഴെയുള്ള 2 ഡയഗ്രാംസും തന്നിട്ട് അതിൻ്റെ ലേബലിങ്, ചിലപ്പോൾ 1-2 ലേബലിങ് തരും, ബാക്കി നമ്മൾ ലേബൽ ചെയ്യണം. അല്ലെങ്കിൽ ഇത് വരച്ച് ലേബൽ ചെയ്യാനായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അതുകൊണ്ട് ടെക്സ്റ്റ് ബുക്ക് പോയി നോക്കി ഈ കാര്യങ്ങൾ പഠിച്ചു വെക്കണം. അടുത്തത് നോക്കിക്കേ, ഇതാണ് ഒരു മച്ചുവർ ഡേസ്ഡ് ആന്തർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മച്ചുരിറ്റിയിലെത്തി കഴിയുമ്പോൾ നോക്കിക്കേ, പിന്നീട് അവിടെ 4 മൈക്രോസ്പോറാഞ്ചിയ നമുക്ക് കാണാൻ പറ്റുന്നില്ല അല്ലേ. ഒരു ലോബിലുള്ള 2 മൈക്രോസ്പോറാഞ്ചിയ അല്ലെ പോളൻസാക്ക്, അത് യുണൈറ്റ് ചെയ്തിട്ട് ഒരൊറ്റ പോളൻസാക്കായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഒരു മച്ചർ ആന്തറിൽ 2 മൈക്രോസ്പോറാഞ്ചിയം അല്ലെങ്കിൽ 2 പോളൻസാക്കേ നമുക്ക് കാണാൻ പറ്റുള്ളൂ.
അതിൻ്റെ ഓള് ഡെഹിസ് ചെയ്തുകൊണ്ട് പോളൻ ഗ്രെയിൻസ് ലിബറേറ്റ് ചെയ്യുകയാണ്. അപ്പം അടുത്ത കാര്യങ്ങൾ പോളൻ ഗ്രെയിൻസിൻ്റെ സ്ട്രക്ചർ, അതിൻ്റെ ജെർമിനേഷൻ, അതിൽ നിന്ന് എങ്ങനെയാണ് മെയിൽ ഗമീറ്റ് ഉണ്ടാകുന്നത്, ദാറ്റ് വി വിൽ ഡിസ്കസ് ഇൻ ദി നെക്സ്റ്റ് ക്ലാസ്. അസൈൻമെന്റ് ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ലാസ്റ്റ് പാർട്ട്, ക്ലാസ്സിൻ്റെ ലാസ്റ്റ് പാർട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ധാരാളം സമയം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ നന്നായിട്ട് പഠിക്കണം. നമ്മൾ ക്ലാസ് കേട്ടാൽ മാത്രം പോരാ, വീഡിയോ കണ്ടാൽ മാത്രം പോരാ, പ്രസൻറ്റേഷൻ ശ്രദ്ധിച്ചാൽ മാത്രം പോരാ. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ നന്നായിട്ട് പഠിച്ച് പല പ്രാവശ്യം റീകളക്ട് ചെയ്യണം. അപ്പോഴാണ് നമുക്കത് വളരെ ഈസി ആയിട്ട് റിപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പം ചില അസൈൻമെൻറ്റ് ചെയ്യാൻ തരികയാണ് ഈ ഭാഗമായിട്ട് ബന്ധപ്പെട്ട്. ഇന്നെടുത്ത ക്ലാസ് മാത്രം കേട്ടോ. കഴിഞ്ഞ ക്ലാസ്സിൽ അസൈൻമെൻറ്റ് ചെയ്യാൻ നേരത്തെ തന്നിട്ടുണ്ട്. ഓക്കെ, ഈ ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ട് ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ സ്ട്രക്ചർ ഓഫ് ആന്ത്രോപോഡ് എഴുതിയെടുക്കണം. എന്നിട്ട് ടെക്സ്റ്റ് ബുക്കും വെച്ച്, ഇപ്പം ഞാൻ ക്ലാസ് എടുത്ത് കഴിഞ്ഞപ്പോൾ നിങ്ങൾ ലെക്ചർ നോട്ട് എഴുതിയെടുത്തിരുന്നു. ഇത് കഴിഞ്ഞ വർഷം മുതൽ പറഞ്ഞിരിക്കുന്ന ബോട്ടണി ക്ലാസ്സിൻ്റെ ഒരു പ്രത്യേകത, ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അല്ലേ നോട്ടായിട്ട് നിങ്ങൾ തന്നെ എഴുതിയെടുക്കണം. അത് നമ്മൾ പരിശീലിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അതൊക്കെ നിങ്ങൾ ചെയ്യുമെന്ന് എനിക്കറിയാം. പിന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയാൽ വാട്ട് ഈസ് ദ പേജ് റൈറ്റ്സ് ഈസ് ഫങ്ഷൻ, വളരെ കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞത് തന്നിട്ടുള്ളതാണ്. ദെൻ ഡ്രോ ആൻഡ് ലേബൽ ദ ഡയഗ്രം ഉണ്ടോ, ആ ഡയഗ്രം വരയ്ക്കാനും അത് കൃത്യമായിട്ട് ആ പാർട്സ് ലേബൽ ചെയ്യാനും നമ്മൾ പഠിക്കണം. ഇത് അസൈൻമെൻ്റാണ്. അടുത്ത ക്ലാസ് വരുമ്പോൾ ഇത് മാത്രമല്ല, മൂഡിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസർ അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ആ കാര്യങ്ങൾ പയ്യെ മൂഡിൽ നിങ്ങൾ ഉപയോഗിച്ച് തുടങ്ങണം. ദെൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ബ്രീഫ്ലി എക്സ്പ്ലെയിൻ മൈക്രോസ്പോറോജനസിസ് ഇൻ ആൻജിയോസ്പെൻസ്. അതൊരു എസ് ടൈപ്പ് ക്വസ്റ്റ്യനാണ്. അതായത് ഒരു ആന്ത്രം ഡെവലപ്പ് ചെയ്ത അവസാനം മൈക്രോസ്പോർ ഉണ്ടാകുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളും കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ നന്നായിട്ട് പഠിച്ചുകൊണ്ട് വരിക. അടുത്ത ക്ലാസ്സിൽ കാണാം. Okay, thank you very much.